ചില ആളുകൾ കുതിച്ചതുപോലെ അവർ സ്വപ്നം കണ്ടതുപോലെ കാര്യങ്ങളൊക്കെ നടന്നു. വഖഫ് ബില്ലൊക്കെ പാസ്സായി, വഖഫ് നിയമമായി മാറി. എന്തൊരു വേഗതയായിരുന്നു അല്ലേ! ലോക്സഭ പാസ്സാക്കുന്നു, രാജ്യസഭ പാസ്സാക്കുന്നു, അതിനുശേഷം ഒറ്റ ദിവസത്തിന്റെ ഇടവേളയിൽ രാഷ്ട്രപതി ഒപ്പിട്ട് ബില്ല് നിയമമായി മാറുന്നു. ഇന്നിപ്പോൾ ആ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ്. രാജ്യസഭാ MP ഹാരിസ് ബീരാൻ മുഖേന PK കുഞ്ഞാലിക്കുട്ടിയാണ് ഹർജി നൽകുക. കപിൽ സിബൽ അടക്കമുള്ളവരുമായി PK കുഞ്ഞാലിക്കുട്ടി ചർച്ച നടത്തും. അതേസമയം ദില്ലി ജാമിയ സർവകലാശാലയിൽ നിയമത്തിനെതിരെ വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. രാജ്യത്തെ മറ്റിടങ്ങളിലും പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്. നോബൽ മാരിക്കാരൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും. നോബൽ, വെരി ഗുഡ് മോർണിംഗ് നോബൽ. കേരളത്തിലൊക്കെ ചിലയിടങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ മഴയൊക്കെ പെയ്ത് വലിയ ചൂടൊക്കെ മാറി, നല്ല തണുപ്പ് അന്തരീക്ഷമാണ്. ദില്ലിയിൽ എന്താ അവസ്ഥ നോബൽ? അരുൺ, വെരി ഗുഡ് മോർണിംഗ്. ദില്ലിയിൽ ചൂട് കാലത്തേക്ക് ദില്ലി മാറിയിരിക്കുന്നു. അത്യാവശ്യം നല്ല ചൂട് രാവിലെയൊക്കെ അനുഭവപ്പെട്ടു തുടങ്ങി. ഇപ്പോൾ വരും ദിവസങ്ങളിൽ കനത്ത വേനലിലേക്കായിരിക്കും ദില്ലി പോകാൻ പോകുന്നത്. അപ്പോൾ ചൂടും താപനിലയൊക്കെ വർദ്ധിക്കും. കഴിഞ്ഞ വർഷമൊക്കെ 50-ന് മുകളിൽ താപനില എത്തിയ ദിവസങ്ങളുണ്ടായിരുന്നു. എന്താണ് ഇനിയിപ്പോൾ ദില്ലിയെ കാത്തിരിക്കുന്നത് ചൂടേറിയ ദിവസങ്ങളാണ്. അതെ, ദില്ലിയിൽ അന്തരീക്ഷത്തിന് മാത്രമല്ല, ദില്ലിയിലെ രാഷ്ട്രീയ നീക്കങ്ങൾക്കും ചൂടുണ്ട്. പ്രത്യേകിച്ച് വഖഫ് ബില്ലുമായി, വഖഫ് ഇനി ബില്ലെന്ന് പറയേണ്ട കാര്യമില്ല, വഖഫ് നിയമം എന്ന് തന്നെ നമുക്ക് എഴുതാം. വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് വലിയ രാഷ്ട്രീയ വിമർശനങ്ങളൊക്കെ ഉയരുന്നുണ്ട്. ഇതിപ്പോൾ കോടതിയിലേക്ക് കയറാൻ പോവാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പൗരാവകാശ നിയമവുമായി ബന്ധപ്പെട്ടതുപോലെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിയുന്നുണ്ടോ? ജാമിയ മിലിയയിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധമുണ്ട്. സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടത്തിനൊരുങ്ങുകയാണ് മുസ്ലിം ലീഗ്. എന്താണ് ഒരു അവസ്ഥ നോബൽ? അരുൺ, പൗരത്വ ഭേദഗതി നിയമം ഇത്തരത്തിൽ പാസ്സാക്കി നിയമമായതിനു പിന്നാലെ ഉണ്ടായ പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. സമാനമായ പ്രതിഷേധങ്ങളും നിയമപോരാട്ടം തന്നെയാണ് ഇപ്പോൾ ഈ വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട്, വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതിപക്ഷ പാർട്ടികൾ ഇത് ബില്ലായി പാർലമെന്റ് പാസ്സാക്കിയതിന് പിന്നാലെ സുപ്രീം കോടതി സമീപിച്ചിരുന്നു. കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി അടക്കമുള്ള പ്രധാനപ്പെട്ട പാർട്ടികളെല്ലാം എത്തിയിരുന്നു. അതോടൊപ്പം സമസ്ത അടക്കമുള്ള സംഘടനകൾ സുപ്രീം കോടതിയിൽ എത്തിയിരുന്നു. ഇന്നിപ്പോൾ കൂടുതൽ പാർട്ടികളും വ്യക്തികളും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് പോകുന്നു എന്ന വിവരമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കേരളത്തിൽ നിന്ന് മുസ്ലിം ലീഗ് ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി സമീപിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഹാരിസ് ബീരാൻ MP മുഖേന PK കുഞ്ഞാലിക്കുട്ടിയാണ് ഇതുമായി ബന്ധപ്പെട്ട ഹർജി സുപ്രീം കോടതി നൽകുക. അതോടൊപ്പം തന്നെ കപിൽ സിബൽ അടക്കമുള്ള പ്രധാനപ്പെട്ട മുതിർന്ന അഭിഭാഷകരായിരിക്കും ഈ ഹർജി വാദിക്കുക എന്നാണ് നമുക്ക് വിവരം ഉള്ളത്. ഒപ്പം മറ്റ് പ്രതിപക്ഷ പാർട്ടികളും സമാനമായി തന്നെ ഇനിയിപ്പോൾ സുപ്രീം കോടതിയിലേക്ക് എത്തും. കാരണം കഴിഞ്ഞ ദിവസമാണ് ബില്ല് നിയമമായി മാറിയത്. ആ പശ്ചാത്തലത്തിൽ നിയമപോരാട്ടത്തിന്റെ വേഗത കൂടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. DMK അടക്കമുള്ള പാർട്ടികൾ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതുമാണ് ഇത്തരത്തിൽ ബില്ല് പാർലമെന്റ് പാസ്സാക്കി നിയമമായാൽ വലിയ നിയമപോരാട്ടത്തിലേക്ക് പോകും എന്നുള്ളത്. അത്തരത്തിലുള്ള നടപടികളായിരിക്കും ഇനിയിപ്പോൾ ഉണ്ടാകാൻ പോകുന്നത്. എല്ലാ ഹർജികളും, ഒരുപക്ഷെ നേരത്തെ ഈ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട ഹർജികളൊക്കെ സുപ്രീം കോടതി ഒരുമിച്ചാണ് പരിഗണിച്ചത്. സമാനമായ രീതിയിൽ തന്നെയായിരിക്കും ഈ പുതിയ വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതേസമയം മറുവശത്ത് ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ തുടരുന്നു എന്നും എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ, ഇന്നലെയാണെങ്കിൽ JNUവിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ദില്ലി യൂണിവേഴ്സിറ്റി പ്രതിഷേധിച്ചിരുന്നു. അതിനു മുൻപ് ജാമിയ മിലിയയിൽ പ്രതിഷേധമുണ്ടായിരുന്നു. ഇന്നും ഇപ്പോൾ ജാമിയ മിലിയ സർവകലാശാലയിൽ പ്രതിഷേധം ഉണ്ട് എന്നാണ് വിദ്യാർത്ഥി സംഘടനകൾ വ്യക്തമാക്കുന്നത്. വലിയ തരത്തിൽ പ്രതിഷേധത്തെ പോകുമോ എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ തന്നെ ഈ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധങ്ങൾക്ക് തുടക്കം കുറിച്ചത് ജാമിയ മിലിയയിലാണ്. പിന്നീടാണ് രാജ്യവ്യാപകമായി തന്നെ പ്രതിഷേധങ്ങൾ ആളിക്കെത്തുന്ന സാഹചര്യം ഉണ്ടായത്. അത്തരത്തിൽ പോകുമോ എന്ന് പ്രധാനപ്പെട്ടതാണ്. അത്തരത്തിൽ പോകാതിരിക്കാനുള്ള സുരക്ഷ അടക്കം അവിടെ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പ്രതിഷേധങ്ങൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അതിന് UP പോലീസിന്റെ ഭാഗത്തുനിന്നടക്കം നടപടികൾ ഉണ്ടാകുന്നുണ്ട് എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കാരണം കഴിഞ്ഞ റംസാന് പിന്നാലെ പള്ളിയിൽ കറുത്ത ബാഡ്ജ് അണിഞ്ഞ് പ്രതിഷേധിച്ച 300 പേർക്കോടെ ഇപ്പോൾ അവിടെ സിറ്റി മജിസ്ട്രേറ്റ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. നേരത്തെ 24 പേർക്കായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട നോട്ടീസ് അയച്ചത്. അന്ന് നോട്ടീസ് അയക്കുമ്പോൾ 2 ലക്ഷം രൂപ ബോണ്ട് കെട്ടിവെക്കണം, അതോടൊപ്പം തന്നെ കോടതിയിൽ 16 ഹാജരാകണം എന്നായിരുന്നു നിർദ്ദേശം. സമാനമായ നിർദ്ദേശമാണ് ഇപ്പോൾ 300 പേർ കൂടി നൽകിയിരിക്കുന്നതെന്ന് അറിയാൻ കഴിയുന്നു. അതോടൊപ്പം തന്നെ മണിപ്പൂരിലും ചെറിയ വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. നേരത്തെ മണിപ്പൂരിൽ അവിടുത്തെ BJPയുടെ ന്യൂനപക്ഷ മോർച്ച നേതാവ് സംസ്ഥാന അധ്യക്ഷൻ വഖഫ് നിയമത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. അദ്ദേഹത്തിന്റെ വീട് ഇപ്പോൾ എന്താണെങ്കിലും ഒരു സംഘം ആളുകൾ എത്തി കത്തിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് വിവരം ഉള്ളത്. അതായത് അസ്ഹർ അലി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം എന്താണെങ്കിലും വീടിന് നേരെ ആക്രമണം ഉണ്ടായതിനു പിന്നാലെ ഈ അദ്ദേഹത്തിന്റെ പ്രസ്താവന പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. തൗബാൽ ജില്ലയിലാണ് ഇതുമായി ബന്ധപ്പെട്ട ആക്രമണം ഉണ്ടായത് എന്ന വിവരമാണ് മണിപ്പൂരിൽ നിന്ന് വരുന്നത്. എന്താണെങ്കിലും വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യത്ത് ഒരു നിയമപോരാട്ടത്തിന് കളമൊരുങ്ങുന്നു. അതോടൊപ്പം തന്നെ പ്രതിഷേധങ്ങളും ശക്തമാവുന്ന കാഴ്ചയായിരിക്കും കാണാൻ പോകുന്നത് വേണം നമുക്ക് ഇപ്പോൾ ഉണ്ടാകുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ. നോബൽ, വഖഫ് നിയമ ഭേദഗതി പണി തുടങ്ങി മക്കളെ എന്നേ നമുക്ക് പറയാനുള്ളൂ. പലയിടങ്ങളിലും അതുമായി ബന്ധപ്പെട്ട അസ്വാരസ്യങ്ങൾ ഉണ്ടാവുന്നു, വലിയ പ്രതിഷേധം ഉണ്ടാവുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ആ നിയമ ഭേദഗതി കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ് എന്നത് പ്രേക്ഷകരൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ള വലിയ പോളറൈസേഷൻ, ആ പോളറൈസേഷന് ആക്കം കൂട്ടുകയല്ലേ ഉള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എല്ലാ നിയമങ്ങൾക്കും ഭേദഗതി
ഭേദഗതികൾ ആവശ്യമാണ്, പക്ഷേ ആ ഭേദഗതികൾ കൊണ്ട് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാവരുത് എന്ന് മാത്രം.